ഫൈബ്രോയിഡ് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്ത് പ്രശ്നം വരുമെന്ന് രോഗികൾ ചോദിക്കാറുണ്ട്. അത് ഡീജനറേറ്റ് ചെയ്യും, അതിൻ്റെ രക്തോട്ടം കുറഞ്ഞ് അത് ഡീജനറേറ്റ് ചെയ്യും, അവിടെ ഫ്ലൂയിഡ് കിട്ടുക. അപ്പം മസിലും ഇതും ഒരു മസിൽ ട്യൂമറാണ്. ഡീജനറേറ്റ് ചെയ്യുമ്പം അതിന് പെയിൻ വരാം. അപ്പം ഇപ്പം പ്രഗ്നൻസിയിൽ ഈ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഈ ഫൈബ്രോയിഡ് വലുതാവും. ഫൈബ്രോയിഡ് വലുതാവുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, അവിടെ റെഡ് ജനറേഷൻ വരും. അപ്പോൾ പേഷ്യൻറ്റ് പെയിൻ പറയും, വൊമിറ്റിങ് പറയും. അവിടെ നമ്മൾ കിടത്തി നമ്മൾ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യണം. റെഡ് ജനറേഷൻ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ഇങ്ങനെ ഡീജനറേഷൻ ചേഞ്ചസ് വരും. അപ്പോൾ ചിലർക്ക് കാൽഷ്യം അടയാം, ഇങ്ങനെ കല്ല് പോലെയാവും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഏത് ഭാഗത്താണ്, ഇപ്പം മലം പോകുന്ന കൊള്ളിന് തൊട്ടുമ്പിലാണെങ്കിൽ ചിലപ്പോൾ മലം പോകാൻ പ്രയാസം വരാം, ബ്ലാഡറിൻ്റെ അവിടെയാണ് മൂത്രം പോകാൻ പ്രയാസം വരാം. അങ്ങനെയുള്ള ഡീജനറേറ്റീവ് ചേഞ്ചസ് ഫൈബ്രോയിഡിന് വരാം. പിന്നെ ഈ ഫൈബ്രോയിഡ് പെട്ടെന്ന് വളരുകയാണെങ്കിൽ അതിന് വളരെ മാലിഗ്നൻ്റ് ആയിട്ടുള്ളൊരു സർക്കോമാറ്റ സ്റ്റേജ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം ഫൈബ്രോയിഡ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബ്രോയിഡ് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മളതിനെ ഒരു പൊതുവേ അത് അപകട സ്വഭാവമുള്ളൊരു മുഴയല്ല. പക്ഷേ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. അത് നമ്മൾ വളരെ പ്രാധാന്യമാണ്. നമ്മൾ ചിട്ടയായിട്ടുള്ള നമ്മുടെ വ്യായാമം, റെഗുലർ സ്ക്രീനിങ്, നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾക്കൊക്കെ ഉണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇതൊരു ഈസ്ട്രോജൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഹോർമോൺ ലെവലിലുള്ള അപാകതകൾ ഈ ഫൈബ്രോയിഡിൻ്റെ വളർച്ചയ്ക്ക് ത്വരിതം കൂട്ടും.